ഹായ് മക്കളെ, ഇനി 8ാം ക്ലാസ്സിൽ നിങ്ങൾ കാത്തിരിക്കുന്ന നിങ്ങളുടെ സോഷ്യൽ സയൻസ് എക്സാം ആണല്ലേ. മറ്റു പല സബ്ജക്റ്റിനെ വെച്ച് സോഷ്യൽ സയൻസ് ചില ആർക്കെങ്കിലും ടഫാണെന്ന് പറയാൻ കാരണം അതിലെ ചാപ്റ്റേഴ്സിന്റെ എണ്ണം 13 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് സോഷ്യൽ സയൻസ് അല്ലേ. ബാക്കിയുള്ള സബ്ജക്റ്റ് ഒക്കെ ആണെങ്കിൽ അത് മാത്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പിന്നെ സയൻസ് സബ്ജക്റ്റ് ഒക്കെ ആയിക്കോട്ടെ, ഇതൊക്കെ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ കാര്യത്തിന്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും പല ചാപ്റ്റേഴ്സും. പക്ഷെ സോഷ്യൽ സയൻസിന് ഈ പറയുന്ന 13 ചാപ്റ്റേഴ്സും എൻറ്റയർലി ഡിഫറെന്റ് ആയ ചാപ്റ്റേഴ്സാണ്. അപ്പൊ ഇതൊക്കെ കൃത്യമായി നമ്മൾ പഠിക്കണം, ഇത് റിവൈസ് ചെയ്യണം, കൃത്യമായി ഓർത്തിരിക്കണം. ഇത് 3 കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ സോഷ്യൽ സയൻസ് എക്സാം ഈസി ആയിരിക്കും അല്ലേ. അപ്പൊ നിഹാൽ സാർ ഇന്ന് വന്നിട്ടുള്ളത് എങ്ങനെ നമുക്ക് ഈ പറഞ്ഞ 13 ചാപ്റ്റേഴ്സിനെയും വളരെ എളുപ്പത്തിൽ പഠിച്ച കാര്യത്തെ റിവൈസ് ചെയ്തെടുക്കാൻ സാധിക്കും, എക്സാമിന് വേഗം അങ്ങ് പോയി എഴുതാൻ സാധിക്കും. അതിന് ഏറ്റവും കൂടുതൽ പണ്ട് കാലം മുതൽ ഇതൊരു പുതിയ മെത്തേഡൊന്നല്ല, ഞാൻ പഠിക്കുന്ന കാലം മുതൽ നമ്മൾ ഫോളോ ചെയ്തൊരു മെത്തേഡാണോ, നമ്മൾ പഠിക്കുന്ന കാര്യത്തിന് ഷോർട്ട് നോട്ട് തയ്യാറാക്കാം. അതായത് നമ്മൾ എന്താണോ പഠിക്കുന്നത് അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി, നമുക്ക് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടേതായ രീതിയിൽ, ഇതൊരിക്കലും മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനോ മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതല്ല. നമ്മൾക്ക് വായിച്ചു നോക്കിയാൽ ഞാൻ പഠിച്ച കാര്യങ്ങൾ ഇതെല്ലാമാണ് എന്ന് നമുക്ക് റിവൈസ് ചെയ്യാൻ വേണ്ടി മാത്രം ഉണ്ടാക്കുന്നതാണ് ഈ ഷോർട്ട് നോട്ട്. എങ്ങനെയാണ് ഞാൻ ചെറിയൊരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, ചെറുത്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഞാൻ ഈ ഷോർട്ട് നോട്ട് ഉണ്ടാക്കിയത്, നിങ്ങൾക്കും അതെങ്ങനെ. കാരണം ഈ ഷോർട്ട് നോട്ട് ഉണ്ടാക്കുന്ന മറ്റൊരു പ്രത്യേകത, ഞാൻ കുറെ ഷോർട്ട് നോട്ട് ഉണ്ടാക്കി നിങ്ങൾക്ക് അയച്ചു തന്നതുകൊണ്ട് നിങ്ങൾ പ്രത്യേകിച്ച് ഒരു ഗുണം കിട്ടാനില്ല. കാരണം നമ്മുടെ ഒരു എഫേർട്ട്, നമ്മുടെ ചെറിയൊരു അധ്വാനം ഇതിൽ വേണം. നമ്മൾ പഠിച്ച കാര്യത്തെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കിയത് എന്നാണ് നമ്മൾ ശരിക്കും ഇവിടെ നോട്ട് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും ഞാൻ എൻ്റെ ഷോർട്ട് നോട്ട് ഉണ്ടാക്കുന്ന രീതിയും നിങ്ങൾ ഷോർട്ട് നോട്ട് ഉണ്ടാക്കുന്ന രീതിയും ചിലപ്പോൾ വ്യത്യാസം ഉണ്ടായിരിക്കും. കാരണം ഞാൻ വീണ്ടും പറയുന്നത് ഒരിക്കലും മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കാനുള്ളതല്ല, നമുക്ക് പഠിക്കാനാണ്. നമുക്ക് ഏത് രീതിയിലും ഇത് തയ്യാറാക്കാം. റെഡി? അപ്പൊ എങ്ങനെയാണ് ഒരു ഷോർട്ട് നോട്ട് തയ്യാറാക്കാൻ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ സോഷ്യൽ ഗ്രൂപ്പ് സാമൂഹ്യ സംഘങ്ങൾ എന്ന ചാപ്റ്ററിന്റെ ഒരു ഷോർട്ട് നോട്ട് എങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്യാന്നുള്ളത് നമുക്ക് ഉടനെ നോക്കാം. റെഡി? നമുക്ക് നിങ്ങളതാ നമ്മുടെ 13 ചാപ്റ്റർ സോഷ്യൽ ഗ്രൂപ്പ് ആൻഡ് സോഷ്യൽ കൺട്രോൾ, ഈ ചാപ്റ്റർ നമുക്ക് എങ്ങനെ ഷോർട്ട് ആക്കി മാറ്റാന്ന് പറയാൻ വേണ്ടി പോകുന്നുണ്ടോ. ഇപ്പോൾ ഇംഗ്ലീഷ് മീഡിയം ടെക്സ്റ്റ് ബുക്ക് ആണ്, ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പക്ഷെ നമ്മൾ നേരെ ഇതൊന്നും നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം. ആദ്യം സോഷ്യൽ ഗ്രൂപ്പ്, നിങ്ങൾ നോക്കി എൻ്റെ ടാബിൽ ശ്രദ്ധിക്കുക. സോഷ്യൽ ഗ്രൂപ്പ് സാമൂഹ്യ സംഘങ്ങൾ, ഞാനത് മലയാളത്തിൽ ഇംഗ്ലീഷിൽ അതായത് സാമൂഹ്യ സംഘങ്ങൾ എന്താ നിങ്ങൾ ആദ്യം എഴുതി വെക്കുക. ഇന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവുന്ന ഒരു ഡെഫിനിഷൻ നോക്കി. ഞാൻ എന്താ എഴുതി വെച്ചു? 2 ആട്ടത് 2 or more people together, അല്ലേ? 2 or അതിലധികം ആളുകൾ എന്ത് ചെയ്യുന്നു, ഒന്നിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഒരു ലക്ഷ്യം നിറവേറ്റാൻ, ഫോർ എ ഗോൾ അല്ലെ. ഒരു ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടി അവർ ഒന്നിക്കുമ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ? സോഷ്യൽ ഗ്രൂപ്പ്, സാമൂഹിക സംഘങ്ങൾ. അത്ര മാത്രം നിങ്ങൾ പഠിക്കാൻ വേണ്ടി മനസ്സിലാക്കി വെച്ചാൽ മതി. റെഡി? അപ്പൊ എന്താണ് 2 or more people get together for a goal, ഒരു ലക്ഷ്യം നിറവേറ്റാൻ അവർ ഒന്നിക്കുന്നു അല്ലേ. പിന്നെ നമുക്ക് ഇതിൽ പഠിക്കുന്ന രണ്ടാമത്തെ കാര്യം എന്താ? പിന്നെ പലതരം ഗ്രൂപ്പുകൾ ഉണ്ടല്ലോ. നമുക്ക് ആദ്യം തന്നെ നമ്മൾ പഠിക്കുന്ന ഒരു ഗ്രൂപ്പിന്റെ പേരാണ് സോഷ്യൽ ആഗ്രിഗേറ്റ് അഥവാ സാമൂഹ്യ സഞ്ചയം. ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേര് എന്താണ്? ക്വാസി ഗ്രൂപ്പ്. എന്താ ക്വാസി ഗ്രൂപ്പ് എന്ന് പറഞ്ഞ മക്കളെ? അതായത് അതിന് ഒരിക്കലും നമുക്കൊരു സോഷ്യൽ ഗ്രൂപ്പായി കണക്കാക്കാൻ സാധിക്കില്ല അല്ലെ. എക്സാമ്പിൾ എന്തൊക്കെ? ഈ എക്സാമ്പിൾ നിങ്ങൾ പഠിച്ചു നോക്കണം. എന്താണ് റെയിൽവേ സ്റ്റേഷൻ. റെയിൽവേ സ്റ്റേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് ഒരുപാട് ആളുകൾ അവിടെ, വലിയൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോയി കാണാം. പക്ഷെ അവരെല്ലാവരും പരസ്പരം അറിയുന്ന ആളുകൾ അല്ല. അപ്പൊ നമ്മൾ ആദ്യം പഠിക്കുന്നത് ഈ സോഷ്യൽ ഗ്രൂപ്പ് ആഗ്രിഗേറ്റ് എന്താണ്, സാമൂഹിക സഞ്ചയം എന്താണ്, അത്ര നമ്മൾ ആകെ അവിടെ പഠിക്കുന്നുള്ളൂ. കഴിഞ്ഞു, ഇത്രയും ഭാഗം കഴിഞ്ഞു, വേറെ അവിടെ ഒന്നും പഠിക്കുന്നില്ല. പിന്നെ നമ്മൾ നേരെ പോകുന്നത് എങ്ങോട്ടാ? ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ. പിന്നെ നമ്മൾ നേരെ പോകുന്നത് സോഷ്യൽ ഗ്രൂപ്പിലേക്കാണ്. സോഷ്യൽ ഗ്രൂപ്പ് 2 തരത്തിലുള്ള സോഷ്യൽ, പ്രൈമറി ഗ്രൂപ്പും ഉണ്ട്, സെക്കൻഡറി ഗ്രൂപ്പ് ഉണ്ട്. ഈ 2 കാര്യം നമുക്ക് പ്രധാനമായി പഠിക്കാനുള്ളൂ. അപ്പോൾ എന്താണ് പ്രൈമറി ഗ്രൂപ്പ്, എന്താ സെക്കൻഡറി നിങ്ങൾക്ക് അറിയാലോ. പ്രൈമറി ഗ്രൂപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടി മനസ്സിലാക്കി പറ്റുമോ? ഫേസ് ടു ഫേസ് എന്താണ്? മുഖാമുഖ ബന്ധം അല്ലെ. മുഖാമുഖ ബന്ധമായിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. ഉണ്ടോ? ഈ ഒരു സാധനം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഈ ഒരു മുഖാമുഖം ഫേസ് ടു ഫേസ് റിലേഷൻ ആയിരിക്കും ഈ പ്രൈമറി ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കുക. എക്സാമ്പിൾ എപ്പോഴും നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ, ഫാമിലി പഠിച്ചു വെച്ചോ അല്ലെ. നിങ്ങൾ ഡെയിലി കാണുന്ന ആളിലാണ്, മുഖാമുഖ ബന്ധമാണ്, വളരെ ഇന്റിമസി ഉണ്ടായിരിക്കും. അതൊക്കെ എന്താണ് ഇതിന്റെ പ്രത്യേകത, പ്രൈമറി ഗ്രൂപ്പിന്റെ പ്രത്യേകത. പിന്നെ സെക്കൻഡറി ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്താ? അതൊരു ഫോർമൽ ഗ്രൂപ്പ് ആയിരിക്കും അല്ലെ. ദ്വിതീയ ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്താ? ഒരു ഫോർമൽ ഗ്രൂപ്പാണ്. എന്തിനു വേണ്ടിയിട്ടാ? അവിടെ ഒരു ഗോൾ, ഒരു ലക്ഷ്യം നിറവേറ്റാൻ അല്ലെ. ഒരു ഗോൾ എന്താണ്? ഒരു ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ഫോം ചെയ്യുന്ന? സെക്കൻഡറി ഗ്രൂപ്പ് നമ്മൾ ഫോം ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ഒരു ഔപചാരിക സംഘം എന്ന് വിളിക്കാം. ഔപചാരിക സംഘം. ഓക്കെ. അപ്പൊ ഈ 2 കാര്യങ്ങളാണ് പ്രധാനമായി നിങ്ങൾക്ക് പ്രൈമറി ഗ്രൂപ്പിന്റെയും സെക്കൻഡറി ഗ്രൂപ്പിന്റെയും പഠിക്കാനുള്ളത്. ഇതിന് എക്സാമ്പിൾ ചോദിക്കും. അപ്പൊ 2 എക്സാമ്പിൾ അവിടെ എഴുതി കൊടുക്കുക. എന്താ സെക്കൻഡറി ഗ്രൂപ്പിന്റെ എക്സാമ്പിൾ നോക്കി നിങ്ങൾ. ഇപ്പൊ ക്ലബ്ബുകൾ എഴുതാം അല്ലെ. ഒരു ക്ലബ്ബ് ഫോർ എക്സാമ്പിൾ ഒരു ആർട്സ് ക്ലബ് ആയിക്കോട്ടെ, സ്പോർട്സ് ക്ലബ്ബ്, ഒരു ഫുട്ബോൾ ക്ലബ്ബ് എന്തിനു വേണ്ടിയില്ല? ആ ഫുട്ബോൾ എന്ന് പറയുന്ന ഗെയിമിനെ മാത്രം പ്രൊമോട്ട് ചെയ്യാൻ അല്ലേ. ഇനി ഒരു പാട്ട് പാടുന്ന ആളുകൾ ഗ്രൂപ്പ് ആയിരിക്കും. അവരുടെ ലക്ഷ്യം എന്താ? ആ പാട്ടിനെ പ്രൊമോട്ട് ചെയ്യാനാണ്. അപ്പൊ ഇതാണ് ഈ പ്രൈമറി ഗ്രൂപ്പും സെക്കൻഡറി ഗ്രൂപ്പും തമ്മിൽ. ഇത്രയും എഴുതിയാൽ പ്രധാനപ്പെട്ട ചാപ്റ്ററിന്റെ പകുതി ഭാഗം നിങ്ങൾ ഷോർട്ട് നോട്ട് തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ള കാര്യം എന്താ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ സോഷ്യൽ കൺട്രോളിനെ പറ്റി. അടുത്ത പേജ് നമ്മൾ എടുക്കുന്നു, നമ്മൾ സൈഡ് ഹെഡിങ് ചെയ്യുന്നു സോഷ്യൽ കൺട്രോൾ അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ എന്താ വിളിക്കാം? പിന്നെ സാമൂഹ്യ നിയന്ത്രണം.
യെസ്, സാമൂഹ്യ നിയന്ത്രണം നമുക്ക് പ്രധാനമായും രണ്ട് കാര്യം പഠിക്കാം. അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ആ സാധനം കൊടുക്കുന്നുണ്ട്. എന്താ നമുക്കത് സാമൂഹ്യ ഫോർമൽ ഇൻഫോർമൽ കൺട്രോൾ ഉണ്ട്, ഫോർമൽ കൺട്രോളും. ഈ രണ്ട് കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇൻഫോർമൽ ഉണ്ട്, ഇൻഫോർമൽ ആൻഡ് ഫോർമൽ. ഈ രണ്ട് കാര്യം പ്രധാനം പഠിച്ചാൽ ആ ചാപ്റ്റർ കഴിഞ്ഞ് ഈ ഇൻഫോർമൽ ഫോർമലിനൊക്കെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ 5 മാർക്കിന് വരെ ചോദിക്കുന്ന ടോപ്പിക് ആട്ടത്. നിങ്ങൾ പഠിച്ചു വെക്കണം എന്തായാലും. ഓക്കെ, ഇൻഫോർമൽ ഏതൊക്കെയാണുള്ളത്? നമ്മുടെ ഫാമിലി ഉണ്ട്, അതുപോലെ എന്താ നമ്മുടെ റിലീജിയൻ, മതപരമായ കാര്യങ്ങൾ, ഇതൊക്കെ എന്താണ് ഇൻഫോർമൽ വരുന്നത്. ഫോർമൽ വരുന്നോ? ഫോർമൽ ലോ വരുന്നുണ്ട്, പോലീസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ വരുന്നുണ്ട്. ഇതൊക്കെ എന്താണ് ഫോർമലായിട്ട് നമുക്ക് സാമൂഹ്യ നിയന്ത്രണം നടത്താൻ പറ്റുന്ന കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ ഇത് ഇങ്ങനെ ഈ രീതിയിൽ നിങ്ങൾ എന്ത് തയ്യാറാക്കേണ്ടത്? ഷോർട്ട് നോട്ട് തയ്യാറാക്കേണ്ടത്. അപ്പോൾ നിങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞു എന്ന് വിചാരിക്കാം. നിങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞ് നിങ്ങൾ എക്സാമിലെ തലേന്ന് റിവിഷൻ നടത്തുമ്പോൾ ഈ ഒരു കാര്യം ആകെ ഒരു പേജിലേക്ക് സാധനം ഒതുങ്ങി ഈ രീതിയിൽ നിങ്ങൾ വായിച്ചിരിക്കുമ്പോൾ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഓർമ്മയിലേക്ക് വരിക തന്നെ ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുക. ഇത് നിങ്ങൾ ഒരു എഫേർട്ട് എടുത്ത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് തന്നെ അങ്ങ് എഴുതി വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഒരിക്കലും ഒരു ഷോർട്ട് നോട്ട് ചെയ്യാൻ പാടില്ല, ഒരു പേജിന് കവിയാൻ പാടില്ല. ഒരു പേജിൽ ഒരു ചാപ്റ്റർ മൊത്തം ഒരു പേജിൽ ഒതുങ്ങുന്ന രീതിയിലാണ് നിങ്ങൾ എന്ത് തയ്യാറാക്കേണ്ടത്? ഷോർട്ട് നോട്ട് തയ്യാറാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായി നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സജഷനൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? താഴെ നിർബന്ധമായി നിങ്ങൾ കമന്റ് ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പോൾ മക്കളെ കണ്ടല്ലോ എങ്ങനെയാണ് നമ്മൾ ഷോർട്ട് നോട്ട് തയ്യാറാക്കിയുള്ളത്. ഇത് ജസ്റ്റ് ഒരു സാമ്പിൾ ആണ്. നിഹാൽ സാർ എന്തിനാണ് ഇതുപോലെ ബാക്കി എല്ലാ ചാപ്റ്റേഴ്സും ഷോർട്ട് നോട്ട് തയ്യാറാക്കി നിങ്ങൾക്ക് അയച്ചു തരില്ല എന്ന് പറയാൻ കാരണം മറ്റൊന്നല്ല, നമ്മളൊരു എഫേർട്ട്, നമ്മൾ ഈ കാര്യത്തെ മനസ്സിലാക്കി നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങൾ തയ്യാറാക്കുമ്പോഴത് ഇത് എഫക്റ്റീവ് ആകും. മറ്റു നമ്മൾ സാധാരണ നോട്ട് വായിച്ച് പഠിക്കുമ്പോൾ തന്നെ വലിയൊരു എഫക്റ്റീവ് നിങ്ങൾക്ക് അല്ലെങ്കിൽ അതിനൊരു വലിയ റിസൾട്ട് കിട്ടില്ല. ഓക്കെ, ഇതിന്റെ ഒരു സാമ്പിൾ നമ്മളെ ക്ലാസ് 8ന്റെ പിന്നെ നമ്മുടെ വാട്സ്ആപ്പ് ചാനൽ വഴി നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും, നമ്മുടെ കമ്മ്യൂണിറ്റി വഴി നിങ്ങൾ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ എന്ത് ചെയ്യുക? നിങ്ങൾ ഒന്ന് പഠിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. അത് നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം. അതുപോലെ ഏതാണ് സോഷ്യൽ സയൻസിലെ ഏറ്റവും ബുദ്ധിമുട്ട്, നിങ്ങൾക്ക് പഠിക്കാൻ ഏറ്റവും ടഫസ്റ്റ് പാർട്ട് ഏത്, നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. നമുക്ക് അത് എങ്ങനെ ഈസി ആക്കി പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോസ് നമ്മുടെ ചാനൽ വരും. അപ്പോൾ എക്സാം ഒക്കെ ഉഷാറൊക്കെ പൊളിക്കുക. നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ് തിങ്. സോ ലൈവിൽ കാണാം. ബൈ.